തിരുവനന്തപുരം അമരവിളയിൽ കാറും KSRTC ബസ്സും കൂട്ടിയിടിച്ചുണ്ടായ ഒരു അപകടത്തിൽ ഒരാൾ മരിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ 8:30യോടെയാണ് അമരവിള ചെക്ക് പോസ്റ്റിന് സമീപത്തായി അപകടം നടക്കുന്നത്. അമിത വേഗതയിൽ വന്ന KSRTC ബസ് നിയന്ത്രണം തെറ്റി കാറിലിടിച്ചെന്നാണ് നിഗമനം. തിരുവനന്തപുരം അമരവിളയിലാണ് ഈ അപകടം നടന്നിട്ടുള്ളത്. അതിന്റെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാറും KSRTC ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. ഈ അപകടത്തിൽ ഒരാൾ മരിച്ചു. ഇന്ന് രാവിലെ 8:30യോടെയാണ് അമരവിള ചെക്ക് പോസ്റ്റിന് സമീപത്ത് വെച്ച് ഈ അപകടമുണ്ടാകുന്നത്. ഈ KSRTC ബസ് അമിത വേഗതയിലായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അരുൺ മോഹൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ഈ KSRTC ബസ്സിന്റെ അമിത വേഗതയാണോ അപകടത്തിന് കാരണമായത്? അവിടെ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ പ്രാഥമിക നിഗമനം നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഇന്ന് രാവിലെ 8:15 ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. തിരുവനന്തപുരം ഭാഗത്ത് നിന്ന് കളയിക്കുള ഭാഗത്തേക്ക് പോവുകയായിരുന്നു ഈ KSRTC ബസ്. എതിർദിശയിൽ വരികയായിരുന്ന കാറുമായിരുന്നു കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട ഇരു വാഹനങ്ങളും സമീപത്തെ വെയിറ്റിംഗ് ഷെഡിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ തന്നെ കാറിനകത്തുണ്ടായിരുന്ന ഡ്രൈവറെ പുറത്തെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി. തുടർന്ന് ഫയർഫോഴ്സൊക്കെ എത്തിയായിരുന്നു വെട്ടിപ്പൊളിച്ച് ഈ വാഹനം നിന്ന് ഇയാളെ പുറത്തെടുക്കുന്നത്. അപ്പോൾ തന്നെ ജീവൻ നഷ്ടപ്പെട്ട ഒരവസ്ഥയായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബസ്സിലുണ്ടായിരുന്നവർക്ക് നേരിയ പരിക്കുകളുണ്ടായിരുന്നു. അവരെയും ഈ പറയുന്ന നെയ്യാറ്റിൻകര ആശുപത്രിയിലേക്ക് മാറ്റി. ഈ പരിശോധനയ്ക്കിടയിലായിരുന്നു അബോധാവസ്ഥയിൽ കിടക്കുന്ന KSRTC ഡ്രൈവറെ കാണുന്നത്. അദ്ദേഹം അബോധാവസ്ഥയിലായിരുന്നു അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞത്. അദ്ദേഹത്തെയും ഈ പറയുന്ന ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി. അദ്ദേഹത്തിന്റെ നില അല്പം ഗുരുതരമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ നിയന്ത്രണം വിട്ട് ഈ സംഭവിച്ചതായിരിക്കാം ഈ പറയുന്ന ഈ ഒരു അപകടം എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് ഇതിന്റെ കാരണം എന്നുള്ളത് ഇനിയും വ്യക്തമായിട്ടില്ല. എന്തായാലും ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്നു. ഈ അടുത്തിടെ ഇത് ഈ കഴിഞ്ഞ ആഴ്ചയിൽ മൂന്നാമത്തെ അപകടമാണ് ഈ പറയുന്ന അമരവിളയ്ക്കും പാറശാലയ്ക്കും ഇടയിൽ ഉണ്ടാകുന്ന KSRTC ബസ്സുമായി കൂട്ടിയിടിച്ചുള്ള അപകടങ്ങളെന്നാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത്. അരുൺ, ഈ അപകടം നടന്നിട്ടുള്ളത് അങ്ങനെ നോക്കുമ്പോൾ ഒരു സ്ഥിരം അപകട മേഖലയാണോ, അതോ ബസ്സിന്റെ നിയന്ത്രണം തെറ്റിയത് തന്നെയാണോ അപകട കാരണമായിട്ടുണ്ടാവുക? സൂചിപ്പിച്ചത് ഈ പറയുന്ന പ്രദേശത്ത് ഈ പറഞ്ഞ സ്ഥലം അപകട മേഖലയല്ല. ഒരു വലിയൊരു വളവ് കടന്ന് വരേണ്ട ഒരു സ്ഥലമാണെങ്കിലും നിയന്ത്രണ വിധേയമാക്കാവുന്ന ഒരു സാഹചര്യം തന്നെയുള്ള സ്ഥലത്ത് തന്നെയാണ് റോഡ് തന്നെയാണ്. പക്ഷേ എവിടെയോ ഒരു അമിത വേഗത ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് കൂടെ ഉണ്ടായിരുന്നവർ അവിടെ ഉണ്ടായിരുന്ന പരിസരവാസികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ അപകട മേഖല ഈ പറയുന്ന ദേശീയപാതയിൽ പാറശാലയ്ക്കും നെയ്യാറ്റിൻകരയ്ക്കും ഇടയിലാണ് മൂന്നിടത്തായിട്ടാണ് വ്യത്യസ്തമായ 3 അപകടങ്ങൾ ഉണ്ടായത്. ഈ പ്രദേശത്തല്ല എന്നുള്ളതാണ് എടുത്ത് സൂചിപ്പിക്കേണ്ടത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.